തിരുവനന്തപുരം മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് 2 പേർ മരിച്ചു. അഞ്ചുതെങ്ങ് സ്വദേശി മൈക്കിൾ, ജോസഫ് എന്നിവരാണ് മരിച്ചത്. 5 പേർ പോയ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. കാണാതായ 2 പേരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ഇപ്പോൾ തുടരുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തിരുവനന്തപുരത്ത് ഉമേഷ് ബാലകൃഷ്ണൻ തത്സമയം ചേരുന്നു. ഉമേഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉമേഷ് പറയൂ. ദാരുണമായ സംഭവമാണ്. ഇന്ന് വൈകിട്ടോടുകൂടി മത്സ്യബന്ധനത്തിന് പോയ ചെറിയ വെള്ളം, ഇത് ചെറിയ വെള്ളമായിരുന്നു. അഞ്ചുതെങ്ങ് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള കർമ്മലമാത എന്ന വള്ളമാണ് മറിഞ്ഞത്. ശക്തമായ തിരയിൽപ്പെട്ടാണ് മറിഞ്ഞത്. ഇതിൽ 3 പേരെ ആദ്യം കരക്കെത്തിച്ചു. അതിൽ 2 പേർ മരിച്ചു. ആദ്യം ആശുപത്രിയിലേക്ക് പോകും വഴി 68 വയസ്സുള്ള മൈക്കിളും അഞ്ചുതെങ്ങ് സ്വദേശി തന്നെയാണ്. അഞ്ചുതെങ്ങ് സ്വദേശി മൈക്കിളിനെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ മരണം സ്ഥിരീകരിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ ജോസഫിന്റെ മരണം. ജോസഫിനെ ആശുപത്രിയിൽ എത്തിച്ചു. പ്രാഥമിക ചികിത്സ നൽകിയപ്പോൾ തന്നെ മരണം സംഭവിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതിൽ ഒരാൾ ഇപ്പോൾ ആശുപത്രിയിൽ തുടരുന്നുണ്ട്. മറ്റു 2 പേർ ഇപ്പോഴും എവിടെയാണെന്ന് അറിയില്ല. ഇപ്പോൾ കടലിൽ തിരച്ചിൽ തുടരുകയാണ്. മറൈൻ എൻഫോഴ്സ്മെന്റിന്റെയും പ്രാദേശികമായി ഈ മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുകയാണ്. എന്തായാലും വളരെ ദാരുണമായ സംഭവം. 2 ദിവസം മുൻപ് 20 പേർ പോയ വള്ളമാണ് മുതലപ്പുഴയിൽ മറിഞ്ഞത്. അതിനുശേഷം ഇന്നാണ് അപകടമുണ്ടായത്. എന്തായാലും ഓരോ ഘട്ടങ്ങളിലും ഈ അപകടങ്ങൾ ഒഴിവാക്കാനുള്ള പല പ്രവർത്തനങ്ങളും സർക്കാർ ചെയ്യുമ്പോഴും അതൊന്നും പ്രാബല്യത്തിൽ വരുന്നില്ല. മത്സ്യത്തൊഴിലാളികളുടെ എണ്ണം, ഈ അപകടത്തിൽപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളുടെ എണ്ണം അത് വലിയ രീതിയിൽ കൂടുകയാണ്. ഈ മത്സ്യബന്ധനത്തിന് വേണ്ടി ചെറുവള്ളങ്ങളിലെല്ലാം അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ അത്തരത്തിൽ ഒരു ആശങ്കയെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകുന്നത്. ആ മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക ഇതുവരെ അതുമായി ബന്ധപ്പെട്ട ഒരു ആശങ്ക പരിഹരിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുമില്ല. എന്തായാലും 2 രക്തസാക്ഷികൾ കൂടി ഉണ്ടായിരിക്കുന്നു. മൈക്കിൾ, ജോസഫ് എന്നിവരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. 2 പേർക്ക് വേണ്ടി തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. എസ്കേൻ, ഇപ്പോൾ കണ്ടെത്താനുള്ള 2 പേർ മറ്റൊരു വള്ളത്തിൽ രക്ഷപ്പെട്ടു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. മാത്രമല്ല, മുതലപ്പുഴ ഇപ്പോൾ ഒരു അപകടപ്പുഴയായിട്ട് മാറിക്കഴിഞ്ഞു. ഉമേഷ് ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ കുറേ പരാതികൾ നമ്മുടെ മീൻ പിടിക്കാൻ പോകുന്ന ആളുകളൊക്കെ പറയാറുണ്ട്. പക്ഷേ അവരുടെ പരാതികളൊന്നും കാര്യമായി പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഏറ്റവും അവസാനം 2 പേർ മരിച്ചു, 2 പേരെ കാണാനുമില്ല എന്നുള്ള വാർത്ത വരികയാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ ജനങ്ങളുടെ ഒരു അവസ്ഥ ഇപ്പോഴെങ്ങനെയാണ്? പ്രതിഷേധത്തിലാണോ അവർ? നമ്മൾ മുതലപ്പുഴയിലേക്ക് പോവുകയാണ്. അവർ നിരന്തരമായി ഈ പ്രശ്നങ്ങളെല്ലാം പലപ്പോഴും വളരെ വൈകാരികമായി തന്നെ ഈ ഭരണാധികാരികളുടെയും ഫിഷറീസ് വകുപ്പിൻ്റെയും മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ പലപ്പോഴും അത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അവരുടെ ജീവൻ്റെ വിലയാണ് അവർ ചോദിക്കുന്നത്. അവരുടെ നിത്യ ജോലിയാണ് ഈ മത്സ്യബന്ധനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് മാറ്റിവെക്കാൻ കഴിയില്ല. അവർക്ക് ജീവൻ ഉറപ്പ് നൽകുക എന്നുള്ളതാണ് മറ്റൊരു ആവശ്യം. എന്തായാലും ഈ ജനങ്ങൾ വൈകാരികമായി തന്നെയാണ് പ്രതികരിക്കുന്നത്. എന്തായാലും നമ്മൾ ഇപ്പോൾ തന്നെ ഒരുപക്ഷെ ഒരു അരമണിക്കൂറോളം നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്തും. അത് എത്തിക്കഴിഞ്ഞാൽ ലൈവായി തന്നെ നമുക്ക് ഈ പ്രാദേശികവാസികൾ അവരുടെ അനുഭവങ്ങൾ എന്നിവയെല്ലാം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാൻ കഴിയും. എസ്കേൻ.